അയോധ്യ കേസിൽ അന്തിമവാദം തുടങ്ങുന്നതിന് മുമ്പാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. അതായത് അയോധ്യ തർക്കത്തെ ഒരു ഭൂമി തർക്കം മാത്രമായി കാണണം, മറ്റ് വികാരങ്ങളൊന്നും തന്നെ ഈ വാദത്തിനിടയിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് രാഷ്ട്രീയപരമായോ മതപരമായോ വികാരങ്ങൾ പ്രതിഫലിക്കരുത് എന്നൊരു കൃത്യമായ നിർദ്ദേശമാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര നൽകിയത്. എന്തായാലും കേസിൽ ഇടപെടുന്നതിനുള്ള അപേക്ഷകൾ പരിഗണിക്കണമോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. ഇവ ഇപ്പോൾ തള്ളുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്യുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കോടതിയിൽ ഫയൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ കേസിൽ വാദം കേൾക്കുന്നത് മാർച്ച് 14 കോടതി മാറ്റിവെച്ചു. രണ്ടാഴ്ചക്കകം രേഖകളുടെ വിവർത്തനം പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ചരിത്രപരമായ ഒരു കേസാണിത്, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത അടക്കമുള്ള മതഗ്രന്ഥങ്ങൾ ഈ ഒരു കേസിന് ഉപയോഗിക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ എല്ലാം വിവർത്തനം 2 ആഴ്ചക്കുള്ളിൽ നടത്തി കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം കേസിൽ തുടർച്ചയായി വാദം കേൾക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തു. എന്തായാലും വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കും എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര വ്യക്തമാക്കിയിരിക്കുന്നത്.